കേരളത്തെ വിജ്ഞാന സമൂഹമായും സാങ്കേതികമായി മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനമായും മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവമ്പാടി ഗവൺമെന്റ് ITIയിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവതയെ പ്രാപ്തരാക്കാൻ സംസ്ഥാനത്തെ ITIകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ. തിരുവമ്പാടി ITIയിൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതുതലമുറ കോഴ്സുകൾ കൊണ്ടുവരും. ഇതിന് സാങ്കേതിക പ്രയാസം നേരിട്ടാൽ ജില്ലയിലെ മറ്റ് ITIകളിലെ കോഴ്സുകൾ തിരുവമ്പാടിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA ജോർജ് M. തോമസ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, KA അബ്ദുറഹ്മാൻ, VP ജമീല, റംല ചോലക്കൽ, അഭിനന്ദ്, N. ശ്രീജയൻ, P. വാസുദേവൻ, പ്രിൻസിപ്പൽ AJ ഹരിശങ്കർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ വയോജന മന്ദിരങ്ങളിലെ അന്തേവാസികൾക്ക് അഡൽട്ട് ഡയപ്പറുകൾ വിതരണം ചെയ്തു. കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വയോജന ക്ഷേമത്തിനായുള്ള റെഡ് ക്രോസിന്റെ വയോവന്ദൻ പദ്ധതിയുടെ ഭാഗമായാണ് ഡയപ്പറുകൾ വിതരണം ചെയ്തത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ മാടഞ്ചേരി സത്യനാഥൻ, രഞ്ജീവ് കുറുപ്പ്, K. ദീപു, അരങ്ങിൽ ഗിരീഷ് കുമാർ, KK രാജേന്ദ്രകുമാർ, K. സ്മിജ എന്നിവർ പങ്കെടുത്തു. നിലവിലെ ഭരണസമിതികളുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. MCF പ്രവർത്തന നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന ശുചിത്വ മിഷൻ യോഗത്തിലാണ് നിർദ്ദേശം. പഞ്ചായത്തുകളിൽ 1000-ഉം നഗരസഭകളിൽ 3000-ഉം ചതുരശ്ര അടിയിലാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നതിനുള്ള MCFകൾ സ്ഥാപിക്കുന്നത്. അവലോകന യോഗത്തിൽ LSGD ജോയിന്റ് ഡയറക്ടർ PT പ്രസാദ്, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാഗേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ജില്ലാ ജയിലിലെ ഭക്ഷ്യനിർമ്മാണ യൂണിറ്റിൽ പുതിയ ചപ്പാത്തി മേക്കിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 1 വൈകിട്ട് 3 വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ 0495272234. തോടന്നൂർ ICDS ശിശുവികസന പദ്ധതി ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യത്തിനായി കരാർ വ്യവസ്ഥയിൽ വാഹനം വാടകയ്ക്ക് നൽകാൻ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 മണി. ഫോൺ 049625922722. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് PMSI ബ്ലോക്കിലെ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം ഓഗസ്റ്റ് 24 വൈകിട്ട് 4 മണിയോടെ പ്രവർത്തനം പുനരാരംഭിക്കും. വാർഡുകൾ ഓഗസ്റ്റ് 27ഓടെ പ്രവർത്തന സജ്ജമാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് തുറമുഖ പരിധിയിലെ ഗാന്ധി റോഡ് ജംഗ്ഷന് എതിർവശത്തെ ബീച്ചിൽ നിന്ന് 20 സെന്റ് സ്ഥലം 6 മാസത്തേക്ക് വാഹന പാർക്കിംഗ് ഫീസ് പിരിച്ചെടുക്കാൻ ടെൻഡർ ക്ഷണിച്ചു. ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് 12 വരെ ബേപ്പൂർ പോർട്ട് ഓഫീസിൽ സ്വീകരിക്കും. ഫോൺ 0495241866 0495276709. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കീഴിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി 360 ദിവസത്തേക്ക് മെഡിക്കൽ ഓഡിറ്ററെ നിയമിക്കും. യോഗ്യത GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം. പ്രതിദിന വേതനം 760 രൂപ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഗസ്റ്റ് 25 രാവിലെ 11 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ 0495235747.